നമുക്കിന്ന് ഇറച്ചിച്ചോറ് തയ്യാറാക്കാം. ഈസി ആയിട്ട് നമുക്കുണ്ടാക്കാവുന്ന ഇറച്ചിച്ചോറാണ്. അതിനുള്ള വിഭവമൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പ്രത്യേകം നമ്മൾ വെളിച്ചെണ്ണക്കകത്താണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ചു ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനുശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. സവാള ഒരുവിധം വാടിയിട്ടുണ്ട്. നമുക്കിനി പച്ചമുളക് ഇടാം. അതിനുശേഷം നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഇട്ടതിന് ശേഷം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത്. അതിനുശേഷം നമുക്ക് പാകത്തിന് ഉപ്പിടാം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഇടാം. അതിനുശേഷം പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇടുക. നമുക്കിവിടെ 2.5 ടീസ്പൂൺ ഞാൻ തൈര് ഇടുന്നുണ്ട്. തൈരിട്ടതിന് ശേഷം കുറച്ച് വേപ്പില ഇടുക. കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് അതിനുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കിനി മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കിനി ഗരം മസാലക്കൂട്ടിടാം. ഗരം മസാലപ്പൊടി ഇട്ടതിന് ശേഷം നമ്മളിനി മുളക് പൊടിയാണ് ഇടുന്നത്. മുളക് പൊടി കുറച്ച് എപ്പോഴും ഇടാവുള്ളൂ ഇറച്ചിച്ചോറിന്. നമ്മളിവിടെ പച്ചമുളകാണ് ഇവിടെ കൂടുതൽ ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം നല്ലതുപോലെ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇറച്ചി ഇട്ട് കൊടുത്ത് അതിനുള്ള പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് എപ്പോഴും പോത്തിറച്ചിയാണ് നമുക്ക് എപ്പോഴും നല്ലത്. ഇറച്ചിച്ചോറിന് പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഇറച്ചി വേവിക്കാം. നമ്മൾ സാധാ ഇറച്ചി വേവിക്കുന്ന പോലെ നമുക്ക് ഇത്ര മണിക്കൂറിന് നമുക്ക് വേവിച്ചെടുത്ത് ഇനി നമുക്ക് ചൂടുവെള്ളമാണ് നമ്മൾ അരിയിടാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്നത്. അത് നാഴിക്ക് 2.5 നാഴി വെള്ളം ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം നമുക്ക് അരി വേകാൻ വെക്കാം. അതും വേവുള്ള അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇട്ടതിന് ശേഷം നമുക്ക് ജീരകം, പട്ട, കറയാമ്പു, ഏലക്ക, കുരുമുളക് ഇത്തിരി കൂടുതലിടണം നമുക്ക് എരിവിന് വേണ്ടി. അതിനുശേഷം നമുക്ക് മുന്തിരിങ്ങ ഇടാവുന്നതാണ്. മുന്തിരിങ്ങ ഇട്ടതിന് ശേഷം കുറച്ച് കശുവണ്ടി ഇടുക. നമ്മളത് പച്ചക്ക് തന്നെയാണ് ഇടുന്നത്. ഇതിനുള്ളിൽ നമുക്കിതെല്ലാം സെറ്റാക്കി ഇനി നമുക്ക് ഇതിനുള്ളിൽ നമുക്ക് ഇച്ചിരി ഉപ്പൊന്ന് ഉണ്ടാകാൻ നോക്കണം. ഇനി നമ്മൾ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞ കളർ ഇച്ചിരി കളറിന് വേണ്ടി ഒഴിക്കാം. ഉപ്പ് ഇത്തിരി കുറവുണ്ട്. നമുക്കിത്തിരി ഉപ്പിടാം. ഉപ്പിട്ടതിന് ശേഷം നമുക്കിത് 4 വിസിലിനാണ് നമുക്ക് ഈ ചോറ് വേവിച്ചെടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാവുന്നതാണ്. 6 kg നെയ്യ് ഒഴിച്ച് ഇറച്ചിച്ചോറ് റെഡിയായിട്ടുണ്ട്. ഇറച്ചിച്ചോറിന് എപ്പോഴും നല്ലത് പുളിങ്കറിയാണ്. പുളിങ്കറിയുടെ വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.